ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. അരുവിപ്പുറം ശിവക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു എഴുതി വെച്ചിട്ടുള്ള ഒരു കോട്ടാണിത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടാണ്. കേരള PSC ചോദ്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ പുസ്തകങ്ങളിലെ 2 പേജിലോ മാത്രം ഒതുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല ശ്രീനാരായണ ഗുരു. കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന കേരളം ഇങ്ങനെ ആയതിൽ തന്നെ, നമ്മൾ ഇപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്ന കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ മാറ്റി നിർത്തുന്ന എന്തെങ്കിലും പുതുമ, അല്ലെങ്കിൽ കേരളത്തിന് എന്തെങ്കിലും ഒരു വികസന നവോത്ഥാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു പങ്ക് നമ്മുടെ ശ്രീനാരായണ ഗുരുവിനുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856 ഓഗസ്റ്റ് 20-നും സമാധിയായത് 1928 സെപ്റ്റംബർ 20-നുമാണ്. ഡേറ്റ് ഏകദേശം സെയിം ആണ്, 2 മാസം വ്യത്യാസമേ ഉള്ളൂ. 1856 ജനിച്ച് 1928 മരണമടഞ്ഞു. മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായി ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ്. വീട്ടുപേര് എപ്പോഴും ശ്രദ്ധിച്ച് വെക്കേണ്ട ഒരു പേരാണ് വയൽവാരം വീട്ടിൽ. പല PSC ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണാൻ കഴിയുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വയൽവാരം വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ശ്രീനാരായണ ഗുരുവിന് പിതാവായിട്ടുള്ള മാടനാശാനും കുട്ടിയമ്മയും അന്ന് വിട്ടിരുന്ന പേര് നാരായണൻ എന്നാണ്. വീട്ടിലെ പേര് നാണു എന്നാണ് വിളിക്കാറ്. അങ്ങനെ നാരായണൻ എന്ന പേരിലാണ് ആദ്യം ശ്രീനാരായണ ഗുരു അറിയപ്പെട്ടിരുന്നത്. ചെമ്പഴന്തിയിലെ വീട്ടിൽ ജനിച്ചതിന് ശേഷം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെയധികം യുക്തിസഹം അല്ലെങ്കിൽ യുക്തിബോധമുള്ള ഒരു കുട്ടിയായി നമുക്ക് ശ്രീ T. ഭാസ്കരൻ്റെ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടുള്ള ജീവിത കുറിപ്പിൽ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലെ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾക്കും ജാതീയമായിട്ടുള്ള അസമത്വങ്ങൾക്കും ജാതീയമായിട്ടുള്ള പീഡനങ്ങൾക്കുമെതിരെ വിപ്ലവ കാഹളം മുഴക്കിയ ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. നാരായണ ഗുരുവിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ അധ്യാപകരും മാതാവും പിതാവും ഉൾപ്പെടെ എല്ലാവർക്കും നാരായണ ഗുരുവിൻ്റെ അല്ലെങ്കിൽ നാണുവിൻ്റെ ആ ഒരു അസാമാന്യമായിട്ടുള്ള യുക്തിബോധവും ആ ഒരു സാത്വിക ഭാവവും എല്ലാം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നാണു, അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ ചെറുപ്പകാലത്തിലെ പേര് അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ പേരാണ് നാണു എന്ന് നമ്മൾ പറഞ്ഞു. ചെറുപ്പത്തിൽ തന്നെ വളരെയധികം യുക്തിബോധമുള്ളൊരു കുട്ടിയായിരുന്നു നമ്മുടെ ശ്രീനാരായണ ഗുരു എന്ന് പല ജീവചരിത്രക്കുറിപ്പിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിന് ഉദാഹരണമായി പറയാൻ കഴിയുക T. ഭാസ്കരൻ്റെ ശ്രീനാരായണ ഗുരുവിനെ പറ്റി എഴുതിയൊരു ജീവചരിത്രക്കുറിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കഥയാണ്. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീനാരായണ ഗുരു പുറത്തൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പുലയ കുലത്തിൽ അവിടെ ഇരുന്ന അവിടെയുള്ള ഒരു പുലയ വീട്ടിൽ അടുപ്പിലിരുന്ന് കഞ്ഞി വേവുകയാണ്. ആ കഞ്ഞി തിളച്ചു പോകാറായപ്പോൾ നമ്മുടെ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ നാണു അന്ന് ആ വീട്ടിനുള്ളിൽ കയറി ആ അടുപ്പിൽ നിന്നും ആ ചോറെടുത്ത് വെളിയിലേക്ക് വയ്ക്കുകയാണ്. അതായത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചു. ഇതറിഞ്ഞ സ്വാഭാവികമായിട്ട് ഇത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടിലറിയുകയും വളരെയധികം പ്രശ്നമുണ്ടാകും. കാരണം അന്നത്തെ ആ ഒരു ജാതീയമായിട്ടുള്ള ഉച്ചനീചിത്വങ്ങൾ പ്രകാരം പുലയ സമൂഹം അല്ലെങ്കിൽ പുലയ കുടുംബങ്ങൾ എന്ന് പറയുന്നത് ഈഴവ, അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഒരു ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത്. ഈഴവ കുടുംബത്തിൽ ജനിച്ചു വീണ ശ്രീനാരായണ ഗുരു സവർണ ആ ഒരു വർണ്ണം, അതായത് ആ വർണ്ണത്തിൻ്റെ ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ജാതീയമായിട്ട് പുലയ കുടുംബത്തിൽ കയറാനോ അവരുടെ ആഹാരങ്ങളിൽ തൊടുവാനോ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. അതിന് വളരെയധികം നമ്മുടെ നാണുവിന് വഴക്ക് കേൾക്കുകയുണ്ടായി. എന്നാൽ ശ്രീനാരായണ ഗുരു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് അപ്പോൾ ഞാൻ ആ ആഹാരം അല്ലെങ്കിൽ ഞാൻ ആ പാത്രം വാങ്ങി വച്ചിട്ടില്ലായിരുന്നെങ്കിൽ ആ കുടുംബം അന്ന് ഫുൾ പട്ടിണിയാകും. കാരണം ആ കഞ്ഞി മുഴുവൻ വെളിയിൽ തൂകിപ്പോകും. അങ്ങനെ ആ കുടുംബം പട്ടിണിയാകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ നാണു അന്ന് അങ്ങനെ ചെയ്തത്. ഇതിന് മറ്റൊരു ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയുക അല്ലെങ്കിൽ മറ്റൊരു കഥ എന്ന് പറയുന്നത് T. ഭാസ്കരൻ എഴുതിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് അന്നത്തെ കുടിപ്പള്ളിക്കൂടമുണ്ട്. ആ കുടിപ്പള്ളിക്കൂടത്തിൽ ജാതീയമായിട്ടുള്ള വേർതിരിവനുസരിച്ചാണ് കുട്ടികൾക്ക് ഇരിക്കാനുള്ള സീറ്റ് കൊടുക്കുക. അതായത് നമ്പൂതിരി കുടുംബങ്ങളിൽ, അതായത് സോ കോൾഡ് ആയിട്ടുള്ള അന്നത്തെ ജാതീയമായി ഉന്നതമായിട്ടുള്ള വിദ്യ കുട്ടികൾക്ക് പലകയും അതിനിപ്പുറത്തേക്ക് പനമ്പട്ടയും അതിൻ്റെ ഇപ്പുറത്തേക്ക് പായയുമാണ്. എന്നാൽ നമ്മുടെ നാണു ആദ്യമേ കയറി ചെന്ന് ആ ഒരു പായ അതൊക്കെ കാണാതെ നേരെ ആദ്യം ചെന്ന് ആ പലകയിലേക്ക് തന്നെ ഇരിക്കുകയാണ്. ഗുരുക്കളോടൊപ്പം ആ പായയിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്പൂതിരി വിദ്യാർത്ഥികൾ, അന്ന് വന്ന വിദ്യാർത്ഥികൾ നാണുവിനോട് ചെന്നിട്ട്, നിനക്ക് ഈ പായമല്ല, അതിനപ്പുറത്ത് മെനഞ്ഞിട്ട ഓലയിലാണ് നിനക്കിരിക്കേണ്ട അവകാശം, നിനക്ക് ഈ പലകയിൽ ഇരിക്കാൻ അവകാശമില്ല എന്നൊക്കെ നാണുവിനോട് പറയും. ഇതെല്ലാം
ആ ഗുരുക്കളോട് പരാതി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നാണു ചോദിക്കുന്ന തിരിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ ഏത് പായൽ, ഓക്കെ ശരിയാണ്, നിങ്ങൾക്ക് ജാതീയമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇരിക്കാനുള്ള അവകാശവും എല്ലാം തന്നിട്ടുള്ളത്, എന്നാൽ വായു ഞാൻ ഏത് വശത്ത് നിന്ന് ശ്വസിക്കണം എന്ന് നാണു തിരിച്ചൊരു വളരെയധികം യുക്തിസഹമായിട്ടുള്ളൊരു ചോദ്യം ഗുരുക്കളോടും ആ വിദ്യാർത്ഥികളോടും എല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ശ്രീനാരായണ ഗുരു 1881 5 തെങ്ങിലൊരു സ്കൂൾ സ്ഥാപിക്കുകയും അങ്ങനെ നാണു എന്നുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു നാണു ആശാനായി മാറുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാണു നാട്ടിൽ പല സ്ഥലങ്ങളിലും ധ്യാനത്തിലിരിക്കുന്നതും ഇതെല്ലാം നാട്ടുകാർ കാണുകയും അങ്ങനെ വീട്ടുകാർക്കൊരു വളരെയധികം ഒരു ആകുലത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കാളി എന്നുള്ള ഒരു യുവതിയെ കൊണ്ട് നമ്മുടെ നാണുവിനെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയും, അതായത് ലൗകിക ജീവിതത്തോട് വിട പറഞ്ഞ് തൻ്റെ മകൻ ഒരു സന്യാസിയായി മാറിപ്പോകുമെന്നുള്ള ഭയം കാരണം കാളി എന്നുള്ള ഒരു യുവതിയെ കൊണ്ട് നമ്മുടെ നാണുവിനെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരു ആ വിവാഹത്തിനോടനുബന്ധിച്ച് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ഈ ലൗകിക സുഖത്തിനോടൊക്കെ വിട പറഞ്ഞ് നമ്മുടെ വേദാന്ത പണ്ഡിതനും യോഗിയുമായിട്ടുള്ള തൈക്കാട് അയ്യാവിൽ നിന്ന് യോഗാവിദ്യ അഭ്യസിക്കുകയും അങ്ങനെ നാണു സ്വാമിയായി മാറുകയും ചെയ്യുന്നുണ്ട്. ഈ തൈക്കാട് അയ്യാവ് എന്ന് പറയുന്നത് നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ അടുത്ത് നിന്നാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു ഈ തൈക്കാട് അയ്യാവിനെ പറ്റി കേട്ടറിയുന്നത്. അങ്ങനെ ഈ തൈക്കാട് അയ്യാവിന് മറ്റൊരു പേരും കൂടെ, ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് തൈക്കാട് അയ്യാവ്. അങ്ങനെ 1881 5 തെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ച നാണു ആശാൻ പിന്നീട് ഈ തൈക്കാട് അയ്യാവിൽ നിന്നും യോഗവിദ്യ അഭ്യസിക്കുന്നതിലൂടെ നാണു സ്വാമിയായി മാറുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ പരമരഹസ്യം തേടിയുള്ള നമ്മുടെ നാണു അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ യാത്ര ചെന്ന് അവസാനിക്കുന്നത് കന്യാകുമാരിക്കടുത്തുള്ള മരുത്വ മലയിലാണ്. മരുത്വ മലയിലെ ഒരു ഏകാന്തമായിട്ടുള്ളൊരു ഗുഹയിൽ ഏകാന്തതയിൽ ധ്യാനനിരതനായി കഴിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ ആ ഒരു അഖണ്ഡതയും മനുഷ്യ സഞ്ചയത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ചുള്ള ജ്ഞാനബോധവും അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധോദയം നമ്മുടെ ശ്രീനാരായണ ഗുരുവിന് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു മരുത്വ മലയിൽ നിന്നും അല്ലെങ്കിൽ ആ ഗുഹയിൽ നിന്നും ബോധോദയം ലഭിച്ച് നമ്മുടെ അരുവിപ്പുറത്തേക്ക് എത്തുന്നത്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, അതായത് വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിലെ ഒരു നാഴികക്കല്ലെന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു സംഭവമായിരുന്നു അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ. കേരള സാംസ്കാരിക ചരിത്രത്തിൻ്റെ പുതിയൊരു യുഗത്തിൻ്റെ പിറവി കുറിച്ച ഒരു സംഭവം കൂടിയായി നമുക്ക് ഈ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയെ നമുക്ക് കാണാം. അതായത് ശ്രീനാരായണ ഗുരു നമ്മുടെ ആ കാലഘട്ടം നമുക്കറിയാം, വളരെയധികം ജാതീയമായിട്ടുള്ള അസമത്വങ്ങളും ജാതീയമായിട്ടുള്ള പീഡനങ്ങളും ഏറ്റുവാങ്ങിയ ഒരു സമൂഹമായിരുന്നു. അല്ലെങ്കിൽ അപ്പോഴത്തെ അധസ്ഥിത വർഗർ വളരെയധികം ഉപ്പ് വാങ്ങാൻ പോലും ചന്തയിൽ അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് ഇറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ കാലത്ത്. ആ ഒരു സമയത്ത് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സമൂഹത്തിലെ അധസ്ഥിത ജനങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായി ഒരു ആരാധനാലയം വേണമെന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന് തോന്നുകയും അങ്ങനെയാണ് അരുവിപ്പുറത്തെ ആ ഒരു പ്രതിഷ്ഠ ഉണ്ടാകുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1888 ഫെബ്രുവരി മാസം ഒരു ശിവരാത്രി ദിവസം ആറ്റിൽ നിന്ന് ശ്രീനാരായണ ഗുരു തന്നെ ഇറങ്ങിയെടുത്ത ഒരു ചെറിയ ശിവലിംഗത്തിൻ്റെ രൂപത്തിലുള്ള ഒരു കല്ല്, സാധാരണ ഒരു കല്ല് എടുത്ത് അരുവിപ്പുറത്ത് ശിവനായി പ്രതിഷ്ഠിക്കുകയും അതിനെ നമുക്കിനി ആരാധിക്കാം എന്നുള്ള രീതിയിൽ അവിടെ ശിവപ്രതിഷ്ഠ നടത്തുകയും നമ്മുടെ ശ്രീനാരായണ ഗുരു ചെയ്യുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആരാധനാ സ്വാതന്ത്ര്യം പോയിട്ട് അവർണർക്ക് അല്ലെങ്കിൽ കീഴ്ജാതിക്കാർക്ക് സവർണർ നടക്കുന്ന പൊതുവഴിയിലൂടെ നടക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത ആ ഒരു കാലത്ത് അങ്ങനെ ശ്രീനാരായണ ഗുരു ഒരു ശിവപ്രതിഷ്ഠ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എതിരായി ഒരുപാട് ആൾക്കാർ വരികയുണ്ടായി. അങ്ങനെ അന്നും വന്നു ഈഴവന് ശിവപ്രതിഷ്ഠ നടത്താനുള്ള ആ ഒരു അവകാശത്തെ ചോദ്യം ചെയ്ത ബ്രാഹ്മണ പൗരോഹിത്യത്തോട് അല്ലെങ്കിൽ ബ്രാഹ്മണ പൗരോഹിത്യത്തോട് ഗുരുവിൻ്റെ മറുപടി, നമ്മൾ ഇവിടെ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെ എന്നായിരുന്നു. അതായത് ഇപ്പോൾ ഈ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നിങ്ങളുടെ ശിവനെ അല്ലല്ലോ, ഈഴവ ശിവനെയാണ് ഞങ്ങളിവിടെ പ്രതിഷ്ഠിച്ചത് എന്നായിരുന്നു ഗുരുവിൻ്റെ മറുപടി. ഈ ഒരു മറുപടി ശരിക്കും പറഞ്ഞാൽ വളരെയധികം യുക്തിസഹമായതും എന്നാൽ
ആ ഒരു ജാതീയമായിട്ടുള്ള പ്രമാണിത്വത്തിനെതിരെയുള്ള ഒരു കൊട്ടും കൂടെ ആയിരുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക സ്ഥാപനമാണിത് എന്ന അരുവിപ്പുറത്തെ ക്ഷേത്രത്തിലെ ഭിത്തികളിൽ നമ്മുടെ ശ്രീനാരായണ ഗുരു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുതന്നെ പിന്നീട് നമ്മുടെ കേരള നവോത്ഥാനത്തിൻ്റെ ഒരു മഹാസന്ദേശമായി മാറുകയുണ്ടായി. അതായത് നമ്മുടെ അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയോടനുബന്ധിച്ച് ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൽ ജാതി മതഭേദമന്യേ എല്ലാവർക്കും പ്രാർത്ഥിക്കണമെന്നും ആ ഒരു ധ്യാനത്തിനിരിക്കണമെന്നും എല്ലാം ഭക്തിയുള്ള ആർക്ക് വേണമെങ്കിലും ആ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാതന്ത്ര്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ വിവിധ മതത്തിലും ജാതിയിലുമുള്ള ആൾക്കാർ ആ ഒരു ക്ഷേത്രത്തിലേക്ക് കുത്തൊഴുകുകയും അങ്ങനെ പിന്നീട് അരുവിപ്പുറം ക്ഷേത്ര സമിതി അല്ലെങ്കിൽ വാവൂട്ട് യോഗം എന്ന് പറയുന്ന ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തു. അതിനുശേഷം അവകാശ സംരക്ഷണത്തിനും അനാചാരങ്ങളെ ദൂരീകരിക്കാനും ആളുകളുടെ ഒരു വീക്ഷണഗതി നവീകരിക്കാനുമായി നമ്മുടെ ഡോക്ടർ പൾപ്പുവും കുമാരനാശാനും കൂടെ ശ്രീനാരായണ ഗുരുവിനോട് സംസാരിക്കുകയും അങ്ങനെ പിന്നീട് ഈ വാവൂട്ട് യോഗം 1903 മെയ് 15 SNDP അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആയി വാവൂട്ട് യോഗം മാറുകയും ചെയ്തു. അതായത് 1903 മെയ് 15 ഡോക്ടർ പൾപ്പുവിൻ്റെയും കുമാരനാശാൻ്റെയും, ഈ ഡോക്ടർ പൾപ്പു ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള ആശയം വിവേകാനന്ദനിൽ നിന്നും ഉൾക്കൊണ്ട് പിന്നീട് അത് ശ്രീനാരായണ ഗുരുവിലേക്ക് എത്തി ജാതീയമായിട്ടുള്ള ആ ഒരു അസമത്വവും അവകാശ സംരക്ഷണങ്ങൾക്കും അധസ്ഥിത വർഗരുടെ പുരോഗമനത്തിനു വേണ്ടി SNDP അതായത് ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്ന ഈ സംഘടന രൂപീകരിക്കുകയും ചെയ്തത്. കേവലം ഒരു സാമുദായിക സംഘടനയല്ല SNDP അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതായത് ശ്രീനാരായണ ഗുരു ഇത് തുടങ്ങിയത് തന്നെ അധസ്ഥിത വർഗത്തിൽ, അതായത് ഈ സമൂഹത്തിൽ അരികിവൽക്കരിക്കപ്പെട്ട എല്ലാവിധ ജാതിയിലുള്ള അരികിവൽക്കരിക്കപ്പെട്ട എല്ലാവിധ സമൂഹത്തിലെ വ്യക്തികൾക്കും വേണ്ടി അവരെ പൊക്കിക്കൊണ്ടുവരാനും അല്ലെങ്കിൽ അവർക്കൊരു വീക്ഷണഗതിയിലുള്ള ഒരു നവീകരണം അല്ലെങ്കിൽ അവർക്കൊരു നവോത്ഥാനം അവരെ സമൂഹത്തിൻ്റെ മേളിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു യോഗമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടനയായിട്ടാണ് SNDPയെ ശ്രീനാരായണ ഗുരു കണ്ടത്. അടുത്ത വർഷം 1904 വിവേകോദയം എന്ന് പറയുന്ന ഒരു പത്രം SNDP ഇറക്കുകയും യോഗ കാര്യങ്ങൾ അതിലൂടെ ചർച്ച ചെയ്യുകയും ചെയ്തു. 1904 SNDPയുടെ വിവേകോദയം മുഖപത്രം പുറത്തു വരുന്നത്. വിവേകാനന്ദനോടുള്ള ആദരവ് അല്ലെങ്കിൽ വിവേകാനന്ദനെ ഓർത്തിട്ടാണ് വിവേകോദയം എന്നുള്ള പേര് ഇതിന് കൊടുത്തത്. ഇപ്പോഴത്തെ ഇതിൻ്റെ പേര് യോഗനാഥം എന്നാണ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. ഓർത്തു വയ്ക്കുക, വാവൂട്ട് യോഗമാണ് SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു തന്നെയാണ് ഈ SNDPയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ഡോക്ടർ പൾപ്പു ആണ് SNDPയുടെ വൈസ് പ്രസിഡന്റ്. എന്നാൽ കുമാരനാശാനാണ് SNDPയുടെ ആദ്യത്തെ സെക്രട്ടറി. 1904 മറ്റ് രണ്ട് കാര്യങ്ങളൂടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് കാര്യങ്ങളാണ്. 1904 ശിവഗിരി മഠം ശ്രീനാരായണ ഗുരു സ്ഥാപിക്കുന്നത് 1904. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്ന് അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ ശ്രീനാരായണ ഗുരുവിനെ മാത്രമാണ് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കിയ ഏക വ്യക്തി ശ്രീനാരായണ ഗുരു മാത്രമാണ്. 1903 SNDP യോഗം തുടങ്ങുന്നതിലൂടെ ശ്രീനാരായണ ഗുരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യമിട്ടിരുന്നത് തിരണ്ടുപുളി, താലികെട്ട് കല്യാണം, പുളിക്കുടി അങ്ങനെയുള്ള ജാതീയമായിട്ടുള്ള ആചാരങ്ങൾ നിർത്തലാക്കുക എന്നുള്ളൊരു ആഹ്വാനം കൂടി നമ്മുടെ ശ്രീനാരായണ ഗുരുവിനുണ്ടായിരുന്നു. വളരെയധികം ആഡംബരം കാണിച്ച് ചിലവേറിയ രീതിയിൽ കഴിക്കുന്ന താലിക്കെട്ട് കല്യാണങ്ങൾ, അതായത് കല്യാണങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജാതീയമായിട്ടുള്ള വളർച്ചയ്ക്ക് അത് എതിരാണെന്നും അതിലൂടെ വളരെ വലിയ തരത്തിലുള്ളൊരു സാമ്പത്തിക തകർച്ച സമൂഹത്തിനുണ്ടാകുമെന്നും അന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞു.
കൂടിപ്പോയാൽ 10 പേര്, അതിൽ കൂടുതലല്ലാത്ത ഒരു കല്യാണം നടത്തണ്ട എന്നും കല്യാണത്തിനായി ചെലവഴിക്കാൻ മാറ്റി വച്ചിരിക്കുന്ന തുക ഒരു ബാങ്കിൽ നിക്ഷേപിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റായി നിക്ഷേപിച്ച് അതിൻ്റെ പേപ്പർ വധൂവരന്മാർക്ക് നൽകുക എന്നതായിരുന്നു അന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ മറ്റൊരാശയം. അതുപോലെ തന്നെ മരണാനന്തരം ചെയ്യുന്ന ക്രിയകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറും പാഴ്ചെലവാണെന്നും മരിച്ചു കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ട ക്രിയകൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന പണം ഏതെങ്കിലും ഒരു ആതുര സേവനങ്ങൾ, അതായത് ഏതെങ്കിലും ഒരു അനാഥാലയത്തിനോ മറ്റു കേന്ദ്രങ്ങൾക്കോ ചാരിറ്റിക്കോ നൽകണം എന്നാണ് അന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിന് നമുക്ക് ഉദാഹരണമായി എടുത്തു കാണിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീനാരായണ ഗുരു മരിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മൃതദേഹം എന്ത് ചെയ്യണമെന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു പറയുന്ന വളരെ ഹാസ്യത്തിൽ പൊതിഞ്ഞൊരു മറുപടിയുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ശരീരം നിങ്ങൾ ചക്കിലാട്ടി മാവിനിടുക എന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. ഇതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് വെറും ഒരു ബോഡി മാത്രമാണ്, ഒരു ശവശരീരം മാത്രമാണ്. അതിന് പ്രത്യേകിച്ചൊരു വാല്യൂമില്ല. ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്താൽ അത് ആ മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ അത് നല്ലതായിട്ട് തീരും. ഇങ്ങനെ വളരെയധികം സമൂഹത്തിന് ഉന്നതി ഉണ്ടാക്കുന്നതും സമൂഹത്തിനെതിരായി നിൽക്കുന്ന പലതരത്തിലുള്ള ജാതീയമായിട്ടുള്ള ആചാരങ്ങൾക്കൊക്കെ എതിരെ നിന്ന ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടുവരുന്ന SNDP എന്ന് പറയുന്ന യോഗത്തിൽ നിന്നും അന്നത്തെ SNDP, അതായത് ശ്രീനാരായണ ഗുരു ലക്ഷ്യം വച്ച SNDP ശരിക്കും മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ക്ഷേത്രങ്ങളെയും SNDP യോഗത്തെയും എല്ലാം ശ്രീനാരായണ ഗുരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള ഒരു ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ഉപാധികളായിട്ടാണ് ശ്രീനാരായണ ഗുരു കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള ആശ്രമങ്ങളും ക്ഷേത്രങ്ങളുമെല്ലാം പള്ളിക്കൂടങ്ങളുമെല്ലാം ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ പല പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചത്. അങ്ങനെ അതിലൊന്നാണ് 1912 സ്ഥാപിച്ച ശാരദാമഠം. ഇത് മഹത്തായ ഒരു നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കാം. തുടർന്ന് തലശ്ശേരി, കോഴിക്കോട് തുടങ്ങിയ പല സ്ഥലങ്ങളിലും വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയ ശ്രീനാരായണ ഗുരു പിന്നീട് ഒരു തലത്തിൽ ഇങ്ങനെ ഉപദേശിക്കുകയുണ്ടായി. ക്ഷേത്രം ജാതി വ്യത്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അത് അധികമാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ഇനി ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, അവർക്ക് അറിവ് നേടുന്നതിലൂടെ മാത്രമേ അവർ നന്നാകുവാനുള്ള മരുന്ന് അവർക്ക് ലഭിക്കുകയുള്ളൂ. ഇത് ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങൾ അധികമാകുന്നു എന്ന് കണ്ടപ്പോൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ്. അടുത്തതായി 1913 ആലുവ അദ്വൈതാശ്രമം. ഈ 1913 ആലുവയിലെ അദ്വൈതാശ്രമം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീനാരായണ ഗുരു അമ്പലമില്ലാതെ സ്ഥാപിച്ച ഏക ആശ്രമമാണ് അദ്വൈതാശ്രമം. ആദിശങ്കരൻ്റെ അദ്വൈത ദർശനം വളരെയധികം ഇൻഫ്ലുവൻസ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ പല ബുക്കുകളിലും പല വാക്കുകളിലും പല ഫിലോസഫിയിലും നമുക്ക് കാണാൻ കഴിയും. P.K. ഗോപാലൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളതായത് നമുക്ക് ശ്രദ്ധിക്കാം. അയാളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഗുരുവിൻ്റെ അദ്വൈതം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഏകത്വത്തെ മാത്രമല്ല, സമൂഹത്തിൻ്റെ ഏകത്വം കൂടെയാണ് അവർ കണക്കാക്കുന്നത്. ഇതുപോലെ തന്നെ ആദിശങ്കരൻ്റെ വർണ്ണ വ്യവസ്ഥയിലുള്ള പല ആശയങ്ങളെയും ശ്രീനാരായണ ഗുരു എതിർക്കുന്നുമുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫിലോസഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശ്വരാരാധനയുടെ പരമമായിട്ടുള്ള ഒരു ലക്ഷ്യം ആത്മദർശനമായിരിക്കണം. അതായത് സെൽഫ് റിയലൈസേഷൻ ആയിരിക്കണം ഈശ്വരാരാധനയുടെ അവസാനം. അതായത് നമ്മൾ നമ്മളെ തന്നെ ആയിരിക്കണം അന്വേഷിക്കുന്നത്. ഇത് തന്നെയാണ് അദ്വൈതത്തിലും പറയുന്നത്. അതിൻ്റെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് നമുക്ക് ശ്രീനാരായണ ഗുരുവിലും കാണാം. അതുതന്നെയാണ് 1913 ആലുവയിലെ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. പിന്നീട് 1915 മിശ്രഭോജനം സംഘടിപ്പിച്ചു. നമുക്കറിയാം, വളരെ കേരള നവോത്ഥാന ചരിത്രത്തിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചിട്ടുള്ള വേറൊരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അങ്ങനെ 1916 ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിക്കുകയുണ്ടായി. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യമാണ് ശ്രീലങ്ക. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. മറ്റൊരു രാജ്യത്തിൻ്റെ പോസ്റ്റ് സ്റ്റാമ്പിൽ വരുന്ന ആദ്യത്തെ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി അങ്ങനെ നമ്മുടെ ശ്രീനാരായണ ഗുരു ചേർത്തലയിലുള്ള കളവങ്കോടം ക്ഷേത്രത്തിൽ ഒരു കണ്ണാടി പ്രതിഷ്ഠയും കൂടെ നടത്തുകയുണ്ടായി. അതും ആ കണ്ണാടി പ്രതിഷ്ഠയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അദ്വൈത ദർശനത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ചാതുർവർണ്ണത്തിൻ്റെയും ജാതീയമായിട്ടുള്ള ഈ ഒരു ഇന്നിക്വാളിറ്റിയുടെയും ഒക്കെ
ആ ഒരു മഹാരോഗത്തിൽ നിന്നും ഈ ഒരു അയിത്താചാരങ്ങളുടെയൊക്കെ ഈ മഹാരോഗത്തിൽ നിന്നും പിൻവലിക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മുടെ സമൂഹത്തെ പുരോഗമിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്നുമെല്ലാം മാറ്റിക്കൊണ്ടുവരാൻ നമ്മുടെ ശ്രീനാരായണ ഗുരു കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക എന്നാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു പറഞ്ഞത്, എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു പല സ്ഥലങ്ങളിലും ആശ്രമോടൊപ്പം തന്നെ പള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. നമ്മുടെ മതത്തിനെ, മതമല്ല, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒരു ജാതിയും ഒരു മതം തന്നെയാണ് എന്ന് തന്നെയാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അല്ലാതെ അത് ഇന്ന പ്രത്യേക ജാതി, ഇന്ന പ്രത്യേക മതത്തിൽ മനുഷ്യനുണ്ട് എന്നല്ല. എല്ലാ മനുഷ്യരും ഒരു മതം, അല്ലെങ്കിൽ മനുഷ്യനെല്ലാം ഒരു മതത്തിലുള്ള വ്യക്തികൾ തന്നെയാണ് എന്നാണ് ശ്രീനാരായണ ഗുരു അതിൽ നിന്ന് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ, അതായത് ജീവിതകഥ, നമ്മുടെ ജീവിതകഥ, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതകഥയിൽ നടന്ന ഒരു സംഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ശ്രീനാരായണ ഗുരു ഒരു ദിവസം യാത്ര ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരുന്ന ഒരു നമ്പൂതിരി ശ്രീനാരായണ ഗുരുവിനോട് ചോദിക്കുകയുണ്ടായി, താങ്കൾ ഏത് ജാതിയാണെന്ന് ശ്രീനാരായണ ഗുരുവിനോട് ചോദിക്കുകയുണ്ടായി. ആ സമയത്ത് ശ്രീനാരായണ ഗുരു തിരിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്നെ കണ്ടാൽ അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ ഏത് ജാതിയാണെന്ന് മനസ്സിലാവുക എന്ന്. എന്നാൽ അതിൻ്റെ ശരിക്കുള്ള മീനിങ് ശരിക്കും പറഞ്ഞാൽ ആ നമ്പൂതിരിക്ക് അന്ന് മനസ്സിലായില്ല. ഒരു നായയ്ക്ക് കണ്ടാൽ മനസ്സിലാകും, എന്നാൽ ഒരു മനുഷ്യന് കണ്ടാൽ മനസ്സിലാകില്ലേ എന്നന്ന് ശ്രീനാരായണ ഗുരു മനസ്സിൽ പറയുകയുണ്ടായി എന്നും ആ ചരിത്രകാരൻ അതിൽ എഴുതി വയ്ക്കുന്നുണ്ട്, അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞ മറ്റൊരു വലിയ കാര്യമാണ് മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, വിൽക്കരുത്. മദ്യം എന്ന് പറയുന്നത് സമൂഹത്തിനെ വളരെയധികം വിനാശകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നും ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ പുരോഗതി ഉണ്ടാവണമെങ്കിൽ അധസ്ഥിത വർഗ്ഗം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്രസ്ഡ്, അരികുവൽക്കരിക്കപ്പെട്ട സമൂഹം എന്തെങ്കിലും കച്ചവടവും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുവരൂ, അല്ലെങ്കിൽ മുന്നോട്ട് വരൂ എന്ന് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. എന്തായാലും അതിൽ ഒരിക്കലും മദ്യം ഇൻക്ലൂഡ് ചെയ്ത്, അതായത് മദ്യം വിൽക്കരുത്, അത് വിഷമാണ് എന്ന് കൃത്യമായി ശ്രീനാരായണ ഗുരു എടുത്തു പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ പല ബുക്കിലും ഏകദേശം 60ഓളം കൃതികൾ ശ്രീനാരായണ ഗുരു 3 ഭാഷകൾ, സംസ്കൃതം, തമിഴ്, മലയാളത്തിലായി എഴുതിയിട്ടുണ്ട്. ഈ 3 ഭാഷകളിലായി 60ഓളം കൃതികളിൽ ഇതിൻ്റെ പലതരത്തിലുള്ള രേഖകൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ദർശനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചാതുർവർണ്ണ്യത്തിൽ അധിഷ്ഠിതമായി ജാതീയ ഉച്ചനീചത്വങ്ങൾ സമൂഹത്തിൽ കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചതെങ്കിലും പിന്നീട് ശ്രീനാരായണ ഗുരുവിൻ്റെ മരണം, അതായത് സമാധി, 1928 സെപ്റ്റംബർ 20 ശ്രീനാരായണ ഗുരു സമാധി അടയുമ്പോൾ കേരളത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട ആ സമൂഹത്തിൽ നിന്ന് തന്നെ കുറച്ച് പേർക്കെങ്കിലും, ഒരുപാടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വളരെ വലിയൊരു മാറ്റം തന്നെ ശ്രീനാരായണ ഗുരു മരിക്കുന്ന ആ കാലഘട്ടത്തിനുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പങ്ക് വളരെ വലുതാണെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരള സർക്കാർ ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനവും, അതായത് ഓഗസ്റ്റ് 20 സെപ്റ്റംബർ 20 പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനനവും സമാധിയും ദിവസങ്ങളിൽ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ മാനവികതയുടെ മഹാസിദ്ധാന്തം ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കാനുള്ള സംഘടിതമായ കേരളത്തിൽ മാനവികതയുടെ മഹാസിദ്ധാന്തം ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കാനുള്ള സംഘടിതമായ ശ്രമങ്ങൾക്ക് ധാർമ്മികമായിട്ടുള്ള നേതൃത്വം നൽകി എന്നതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കേരള നവോത്ഥാനത്തിന് നൽകിയ മഹത്തായ ഒരു സംഭാവന.